إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മൾ ഓരോരുത്തരും ഒരുപാട് പ്രയാസം, ചൂടിൻ്റെ കാഠിന്യം അനുഭവിച്ചതിന് ശേഷം ആകാശത്ത് നിന്ന് സമൃദ്ധമായി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മഴ വർഷിപ്പിച്ചു നൽകുകയുണ്ടായി. അല്ലാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും അവൻ്റെ അനുഗ്രഹവുമാണ് സഹോദരങ്ങളെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഴ എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ മഴയെക്കുറിച്ച് റഹ്മത്ത്, കാരുണ്യം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു പറഞ്ഞു, വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മതഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു ജനങ്ങൾ നിരാശയിലായതിനു ശേഷം സമൃദ്ധമായ മഴ ആകാശത്ത് നിന്നും താഴേക്കിറക്കിയത്. എന്നിട്ട് അവൻ്റെ കാരുണ്യമാകുന്ന ആ മഴ എല്ലാവരിലേക്കും വ്യാപിപ്പിക്കുകയും ചെയ്തു. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വഹുവല്ലദീ യുർസിലുർ റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി. അല്ലാഹു അവനാകുന്നു അവൻ്റെ റഹ്മത്തിന്, അവൻ്റെ കാരുണ്യത്തിന് മുന്നേ അഥവാ മഴയ്ക്ക് മുന്നേ കാറ്റിനെ അയക്കുന്നവൻ. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ഹുവല്ലദീ അൻസല മിനസ് സമാഇ മാഅൻ ലക്കും മിൻഹു ശറാബുൻ വമിൻഹു ശജറുൻ ഫീഹി തുസീമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു ആകാശത്ത് നിന്ന് മഴ, വെള്ളം ഇറക്കിയവൻ. ആ വെള്ളം മുഖേന നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കുന്നു. അതുപോലെ നിങ്ങളുടെ മരങ്ങൾക്ക്, ചെടികൾക്ക് നനയ്ക്കാൻ സാധിക്കുന്നു. യുംബിതു ലക്കും ബിഹി സ്സർഅ വസ്സൈതൂന വന്നഖീല വല്ലഅനാബ വമിൻ കുല്ലി സമറാത്ത്. ആ വെള്ളം മുഖേന അല്ലാഹു അതാ സസ്യലതാദികൾ, കൃഷികൾ, ധാന്യമണികൾ, അതുപോലെ ഒലീവ്, ഈത്തപ്പഴം, മുന്തിരി പോലെയുള്ള മനുഷ്യർക്ക് ഭക്ഷിക്കാൻ ഉതകുന്ന കായ്കനികൾ, ഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുളപ്പിച്ചു നൽകുന്നു. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യതഫക്കറൂൻ. തീർച്ചയായും ഇതിൽ, ഈ പറഞ്ഞ കാര്യത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ മഴയെക്കുറിച്ച് പറഞ്ഞത് റബ്ബിൻ്റെ റഹ്മത്ത്, അല്ലാഹുവിൻ്റെ കാരുണ്യം എന്നാണ്. ആ മഴ മുഖേന അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഭക്ഷിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള കായ്കനികൾ, ഫലങ്ങൾ, പഴവർഗ്ഗങ്ങൾ മുളപ്പിച്ചു നൽകുന്നു. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. ഈ ദുനിയാവിലെ മഴയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പെയ്തിറങ്ങുന്ന മഴയിൽ സഹോദരങ്ങളെ അനേകം ചിന്തിക്കാനുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്.
അനേകം കാര്യങ്ങൾ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ റഹ്മത്താണെന്ന ഓർമ്മ ചിന്ത അത് നമുക്കുണ്ടായിരിക്കണം. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് വെറുതെയല്ല, ഇത് കളിയായിക്കൊണ്ടല്ല, തമാശയായിക്കൊണ്ടല്ല. മഴക്കാലം ഇങ്ങനെ മഴ പെയ്യുന്നു, എന്നിട്ടത് പോകുന്നു. അടുത്ത കാലം വരുന്നു, വേനൽ വരുന്നു, അതുപോലെ തണുപ്പ് വസന്തകാലം വരുന്നു. ഇങ്ങനെ മാറി മാറി പോകുന്നു എന്നത് സഹോദരങ്ങളെ നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നു, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹൈ അഫലാ യുഅ്മിനൂൻ. വെള്ളത്തിലാണ്, വെള്ളത്തിൽ നിന്നാണ് അള്ളാഹു എല്ലാറ്റിനും ജീവൻ നിശ്ചയിച്ചിട്ടുള്ളത്. അഫലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ലേ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ചോദ്യം ആരോടാണ്? ഈ ചോദ്യം നമ്മോടാണ്. ചിന്തിക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ ദൃഷ്ടാന്തം ഒരുക്കി വെച്ചിരിക്കുകയാണ് ഈ മഴയിലൂടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ വെള്ളം, ഈ മഴ അത് നിശ്ചയിച്ചു തന്നതുകൊണ്ടാണ്. അല്ലാഹു പറയുന്നു, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറാ. നാം ഇതാ ആകാശത്ത് നിന്ന് സംശുദ്ധമായ വെള്ളം ഇറക്കി തന്നിരിക്കുന്നു. സഹോദരങ്ങളെ, ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം അല്ലാഹു പറയുന്നു തഹൂറാൻ. നേരത്തെ നമ്മൾ കേട്ടതുപോലെ നമുക്ക് കുടിക്കാം, നമ്മുടെ കാലികൾക്ക്, കന്നുകാലികൾക്ക് കൊടുക്കാം, ചെടികൾക്ക്, മരങ്ങൾക്ക് നനക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ കിതാബിൽ പല സ്ഥലങ്ങളിലും ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. ഇനി ഇതാ അല്ലാഹു ചോദിക്കുന്നു, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന കുടിനീര്, നിങ്ങൾ കുടിക്കുന്ന വെള്ളം, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ഈ കാണുന്ന മേഘത്തിൽ നിന്ന് അത് നാമാണോ ഇറക്കുന്നത്, അതല്ല നിങ്ങളാണോ? സഹോദരങ്ങളെ, ഏത് നിരീശ്വരവാദിക്കാണ് പറയാൻ സാധിക്കുക ഇത് തനിയെ ഇറങ്ങുന്നതാണ്? ഏത് മതനിഷേധിക്കാണ് ഇതിനെ നിഷേധിക്കാൻ സാധിക്കുക? നമ്മൾ ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. ഈ ഇറങ്ങി വരുന്ന വെള്ളം, നമ്മൾ സംഭരിച്ചു വെക്കുന്ന നമ്മുടെ കിണറ്റിലുള്ള വെള്ളം, നമ്മൾ കുടിക്കുന്ന കുടിനീർ, നമ്മൾ ഉപയോഗിക്കുന്ന സംശുദ്ധമായ വെള്ളം, അതെങ്ങാനും അല്ലാഹു ഉപ്പ് രുചിയുള്ളതാക്കിയിരുന്നുവെങ്കിൽ, അത് കുടിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള രുചി മാറ്റുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മോട് ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫലൗലാ തഷ്കുറൂൻ. നിങ്ങൾ എന്തുകൊണ്ട് നന്ദി കാണിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് അല്ലാഹുവിന് നന്ദി കാണിക്കുന്നില്ല? സഹോദരങ്ങളെ, മഴ വർഷിക്കുമ്പോൾ അല്ലാഹുവിന് നന്ദി കാണിക്കേണ്ടവരാണ് നമ്മൾ. മഴ എന്നത് സഹോദരങ്ങളെ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും നന്മയാണ്, എല്ലാ അർത്ഥത്തിലും ഖൈറാണ്, എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. അത് നന്മയായി ഭവിച്ചാലും ശരി, അത് നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റിയാലും ശരി, നല്ല രൂപത്തിൽ അനുഭവിക്കാൻ സാധിച്ചാലും ശരി, അതല്ല അതുകൊണ്ട് വല്ല പ്രയാസമുണ്ടായാലും ശരി, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും മഴ എന്നത് നന്മയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ അയക്കുമ്പോൾ ഒരുപക്ഷെ നന്മയായി കിട്ടിയേക്കാം, അതല്ലെങ്കിൽ പ്രയാസകരമായേക്കാം. വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പല സംഭവങ്ങളും നമ്മൾ കേൾക്കുന്നു. മഴ മുഖേന അപകടങ്ങളുണ്ടായി, പ്രയാസങ്ങളുണ്ടായി, ദുരന്തങ്ങളുണ്ടായി. അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രയാസപ്പെടുന്നവർക്ക് സൗഖ്യവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ അത്തരം പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് രൂപത്തിലായാലും ശരി മുഅ്മിനിന് ഖൈറാണ്, നന്മയാണ്. കാരണം അല്ലാഹു പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. കുറച്ചൊക്കെ ഭയം കൊണ്ടും പട്ടിണി കൊണ്ടും സമ്പത്തിന്റെ കുറവ് കൊണ്ടും ആളുകളുടെ മരണം കൊണ്ടും കായികനികളുടെ ഫലങ്ങളുടെ കുറവുകൾ കൊണ്ടും അഥവാ കൃഷിയുടെ നാശം കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വബശ്ശിരി സാബിരീൻ. സബർ കൈക്കൊള്ളുന്ന, ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അല്ലാഹു അറിയിക്കുന്നു. അല്ലദീന, അവരെങ്ങനെയുള്ളവരാണ്? ഇദാ അസാബത്ഹും മുസീബ, അവർക്കൊരു മുസീബത്ത് ബാധിച്ചാൽ, അവർക്ക് വല്ല പ്രയാസവും അവരെ പിടികൂടിയാൽ, ഖാലു, അവർ ഇപ്രകാരം പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും ഞങ്ങൾ അല്ലാഹുവിനുള്ളതാണ്, അഥവാ ഞങ്ങൾ അല്ലാഹുവിന്റെ അടിമകളാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരുമാണ്. അല്ലാഹു പറയുന്നു, ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം.
ഈ വാക്ക് പറഞ്ഞ ക്ഷമ കൈക്കൊണ്ട ആളുകൾക്കാണ് തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പ്രതിഫലം, സമാധാനം, ആശ്വാസമുള്ളത്. വറഹ്മത്തുൻ, അല്ലാഹുവിന്റെ കാരുണ്യം അവരുടെ മേലാണ് അല്ലാഹു ചൊരിയുക. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അക്കൂട്ടർ അവർ തന്നെയാകുന്നു നേർമാർഗം പ്രാപിച്ചവർ. സഹോദരങ്ങളെ, അതുകൊണ്ട് മേൽപ്പറഞ്ഞ പ്രയാസങ്ങൾ ഉണ്ടായാൽ, മഴ മുഖേന വല്ല ദുരന്തവും ഉണ്ടായാൽ മുഅ്മിനിന് ആശ്വസിക്കാം. കാരണം മുഅ്മിൻ അതിൽ മരിച്ചു പോവുകയാണെങ്കിലും അവന് ഷഹാദത്തിന്റെ പ്രതിഫലമാണ്. മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷമാണ്, സമാധാനമാണ്. ദുനിയാവിലെ ആ പ്രയാസം തീർന്നാൽ അല്ലാഹുവിന്റെ മലക്കുകൾ അവനിലേക്ക് കടന്നു വരും, മുഅ്മിനിന്റെ അടുത്തേക്ക് വരും. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. മരണത്തിന്റെ സമയത്ത് ഓരോ മുഅ്മിനും കേൾക്കുന്ന വാക്കിതാണ്. അതെങ്ങനെ മരിച്ചാലും ശരി, പക്ഷേ മരിക്കുമ്പോൾ സഹോദരങ്ങളെ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്ന അള്ളാഹുവിന്റെ കൽപ്പന, എന്ന അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തൽ, അത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏത് ഘട്ടത്തിലും അള്ളാഹുവിനെ സ്തുതിക്കേണ്ടവനാണവൻ. സഹോദരങ്ങളെ, പറഞ്ഞതിന്റെ ചുരുക്കം, ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടായാൽ റബ്ബിനെ ചീത്ത പറയാതിരിക്കാൻ, അള്ളാഹുവിന്റെ മതത്തെ പരിഹസിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതെന്തൊരു മഴയാണ്, ഇത് ദുരിത പെയ്ത്താണ് എന്ന് വിവരമില്ലാത്ത ആളുകൾ പറഞ്ഞാലും ശരി, ഒരു മുഅ്മിനിന്റെ നാവിൽ നിന്ന് അത്തരം വാക്കുകൾ വരരുത്. മറിച്ച് മഴ എന്നത് അല്ലാഹുവിന്റെ റഹ്മത്താണ്, അതിൽ ഉറച്ചു നിൽക്കേണ്ടവനാണ് മുഅ്മിൻ. അത് വന്ന് ഭവിക്കുമ്പോൾ പല രൂപത്തിലുമാണ്. ഒരു മുഅ്മിനിന്റെ നിലപാട് ഇങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, മുഅ്മിനിനല്ലാതെ ഈ ഒരവസ്ഥ ഉണ്ടാവുകയില്ല. ഇൻ അസാബത്ഹു സറാ ശകറ, അവന് വല്ല നന്മയും ഉണ്ടായാൽ, അവന് സന്തോഷം ലഭിക്കുന്ന വല്ല കാര്യങ്ങളും ഉണ്ടായാൽ അവൻ നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, ആ നന്ദി കാണിക്കൽ അവനൊരു നന്മയായി തീരും. വൈൻ അസാബത്ഹു ദറ, ഇനി മുഅ്മിനിന് വല്ല പ്രയാസവും വന്നു ഭവിച്ചാൽ സബറ, മുഅ്മിൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, മുഅ്മിനിന് അതും നന്മയായി ഭവിക്കും. സഹോദരങ്ങളെ, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നിലപാട്. ഏതവസ്ഥയിലും മുഅ്മിൻ ഒന്നല്ലെങ്കിൽ നന്ദി കാണിക്കണം, അതല്ലെങ്കിൽ ക്ഷമിക്കണം. കാരണം ദുനിയാവ് തീർന്നു പോവേണ്ടതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈ ലോകത്ത് നിന്ന് നമ്മൾ ഓരോരുത്തരും വിട പറഞ്ഞു പോകേണ്ടതാണ്. ആ സമയത്ത് ഈ ലോകത്ത് നിന്ന് മരിച്ചു വിട പറഞ്ഞു പോകുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിന് കേടുണ്ടായിക്കൂടാ, നമ്മുടെ വിശ്വാസം തകർന്നുകൂടാ, നമ്മുടെ വിശ്വാസം, നമ്മുടെ അഖീദ അത് നശിച്ചു പോയിക്കൂടാ. അതുകൊണ്ട് മുഅ്മിൻ, സത്യവിശ്വാസി ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ പെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയാനുള്ള വാചകങ്ങൾ വരെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅൻ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ കണ്ടാൽ പറയാറുണ്ടായിരുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, സയ്യിബൻ നാഫിഅൻ, ഈ പെയ്തിറങ്ങുന്ന മഴ റബ്ബേ നീ ഉപകാരപ്രദമായ മഴയാക്കി തീർക്കണമേ. എന്തൊരു മഹത്തായ പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ, നമ്മൾ മറക്കരുത്. മഴ പെയ്യുമ്പോൾ ഈ ദിക്ർ, ഈ പ്രാർത്ഥന, ഇത് ചൊല്ലാൻ, ഇത് പറയാൻ നമ്മൾ മറന്നു പോകരുത്. അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കണം. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅൻ, അല്ലാഹുവേ ഈ മഴ ഉപകാരപ്രദമായ മഴയാക്കി തരണമേ. ഇനി സഹോദരങ്ങളെ, മഴ പെയ്ത് തീർന്നു കഴിഞ്ഞാൽ ഒരു മുഅ്മിൻ പറയേണ്ടത് കാലവർഷം വന്നതുകൊണ്ടോ കർക്കിടക വാവായതുകൊണ്ടോ അതല്ലെങ്കിൽ ഇന്ന നക്ഷത്രങ്ങൾ മുഖേനയാണെന്നോ ഒരിക്കലുമല്ല. മറിച്ച് മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടും ഞങ്ങൾക്ക് മഴ ലഭിച്ചിരിക്കുന്നു. ഇതാണ് ഒരു മുഅ്മിൻ പറയേണ്ടത്. ഇതാണ് ഒരു മുഅ്മിനിന്റെ വാക്ക്. ഇനി സഹോദരങ്ങളെ, മഴ അധികരിച്ചാൽ, മഴ ശക്തമായി എന്ന് വിചാരിക്കുക, കാണുമ്പോൾ ഭയം തോന്നുന്നു, പേടി തോന്നുന്നു എന്ന് വിചാരിക്കുക. അള്ളാഹുവിനെ പഴി പറയലല്ല, മഴയെ കുറ്റം പറയലല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുവേ ഈ മഴയെ നമ്മിൽ നിന്നും നീ അകറ്റണമേ, നമുക്ക് ചുറ്റുമാക്കണമേ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, ചുരുങ്ങിയത് ഇതെങ്കിലും പറയുക.
അല്ലാഹുവേ, ഈ മഴയെ നമ്മളിൽ നിന്നും മാറ്റി നമുക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്ക് നീ ആക്കി തീർക്കണമേ. ഈ മഴയെ ഒരു ശിക്ഷയായി നമ്മിലേക്ക് നീ ഇറക്കല്ലേ എന്ന ആശയം അടങ്ങുന്ന വാക്കാണത്. അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതി ശജർ. മേച്ചിൽ സ്ഥലങ്ങളിലേക്കും പർവ്വതങ്ങളിലേക്കും താഴ്വരകളിലേക്കും മരങ്ങളുടെ വേരുകളിലേക്കും അല്ലാഹുവേ നീ ഈ മഴയെ വർഷിപ്പിക്കണമേ, ഞങ്ങളിൽ നിന്ന് മാറ്റണമേ എന്ന് പറയുക. മറ്റൊരു സ്ഥലങ്ങളിലേക്ക് നീ ഈ മഴയെ ആക്കണമേ എന്നും പറയേണ്ടവനാണ് മുഅ്മിൻ. സഹോദരങ്ങളെ, മഴയുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ പ്രാർത്ഥനകൾ എത്ര മഹത്തരമാണ്, എത്ര മനോഹരമാണ്. ഒരു മുഅ്മിനിന് ആശ്വാസവും സമാധാനവും നിർഭയത്വവും തരുന്ന വാക്കുകളാണ്, പ്രാർത്ഥനകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ പറഞ്ഞ മഴയും അതുപോലെ ആ മഴയ്ക്ക് മുന്നേ അള്ളാഹു അയക്കുന്ന കാറ്റുമെല്ലാം. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നാം ഒരിക്കലും അശ്രദ്ധയിലായി പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർളി യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. ചില ആളുകളെ കുറിച്ച് അല്ലാഹു പറയുന്നു, ആകാശഭൂമികളിൽ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ ഇങ്ങനെ മാറി മാറി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, വന്നുപോയിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് മുന്നിലൂടെ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവർ അതിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞവരാണ്. അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല, പാഠം ഉൾക്കൊള്ളുന്നില്ല. തങ്ങളുടെ തെറ്റുകളിൽ നിന്ന് തിരിച്ചു മടങ്ങാൻ, തൗബ ചെയ്ത് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാൻ അവർ ഉദ്ദേശിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും അങ്ങനെ ആവരുത്. മറിച്ച് ഈ പറഞ്ഞ മഴയും കാറ്റുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയായിട്ട് കൂടി അയച്ചിട്ടുണ്ട് എന്നതുകൂടി നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയ്ക്കു മുന്നേ കാറ്റിനെ അയക്കുന്നു എന്ന് പറഞ്ഞതായി നമുക്ക് കാണാം. നേരത്തെ നമ്മൾ കേട്ട ആയത്തുകളിൽ ആ പരാമർശം വന്നിട്ടുണ്ട്. വഹുവല്ലദീ യുർസിലുർ റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനാകുന്നു, അവൻ്റെ റഹ്മത്താകുന്ന കാരുണ്യമാകുന്ന മഴയ്ക്ക് മുന്നേ കാറ്റിനെ അയച്ചവൻ. സഹോദരങ്ങളെ, ഈ കാറ്റിനെ നിയന്ത്രിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു അതാ രാപ്പകലുകൾ മാറി മാറി വരുന്നതും ആകാശത്ത് നിന്ന് മഴ അതിറക്കുന്നതും ഭൂമി നിർജീവമായതിനു ശേഷം അതിന് ജീവൻ നൽകുന്നതും കാറ്റിനെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ജാസിയയിൽ ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണാം. അല്ലാഹു പറഞ്ഞു, വതസ്രീഫിർ റിയാഹി ആയാതുൻ ലിഖൗമി യഅഖിലൂൻ. രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വരുന്നു, ആകാശത്ത് നിന്ന് സമൃദ്ധമായി മഴ വർഷിക്കുന്നു, അത് മുഖേന ഭൂമിയിൽ നിന്നും കായ്കനികൾ മുളക്കുന്നു, നിർജീവമായ ഭൂമിക്ക് ജീവനുണ്ടാകുന്നു. കാറ്റിനെ അല്ലാഹു റബ്ബുൽ ആലമീൻ നിയന്ത്രിക്കുന്നു, അതിനെ മാറ്റിമറിക്കുന്നു. തീർച്ചയായും ഇതെല്ലാം ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുള്ള കാര്യമാണ്. ബുദ്ധിയുള്ള ആളുകൾക്ക്, ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമാകുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജാസിയയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, കാറ്റിൻ്റെ വേഗത, കാറ്റടിക്കുന്നതിൻ്റെ ശക്തി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കാറ്റ് അതിശക്തമായി വീശുന്നു. കാറ്റിൻ്റെ ശക്തി കാരണത്താൽ പല രൂപത്തിലുള്ള അപകടങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരം പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ രക്ഷിക്കുമാറാവട്ടെ. പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തുറവിയും ആശ്വാസവും നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ കാറ്റ്, അതിനെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് കാറ്റിനെ നിയന്ത്രിക്കുന്നത് എന്ന് കാറ്റടിച്ചു വീശുമ്പോൾ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും കണ്ടാൽ ബോധ്യപ്പെടും. അല്ലാഹു റബ്ബുൽ ആലമീൻ മഴയ്ക്ക് മുന്നേ അയക്കുന്ന ഈ കാറ്റ് ഒരു ശിക്ഷയായി ആദ് സമുദായത്തിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അസഫത്തിർ റീഹു, കാറ്റ് അടിച്ചു വീശുമ്പോൾ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ, അല്ലാഹുവേ തീർച്ചയായും ഞാൻ നിന്നോട് ഈ കാറ്റിന്റെ നന്മയെ ചോദിക്കുന്നു, വഖൈറ മാ ഫീഹാ, അതിലടങ്ങിയിട്ടുള്ള നന്മയെയും ഞാൻ ചോദിക്കുന്നു, വഖൈറ മാ ഉർസിലത് ബിഹി, അതയക്കപ്പെട്ടതിലെ നന്മയെയും ഞാൻ ചോദിക്കുന്നു, വഅഊദു ബിക മിൻ ശർരിഹാ, അല്ലാഹുവേ ഈ കാറ്റിന്റെ തിന്മയിൽ നിന്ന്, ഷർറിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, വശർരി മാ ഫീഹാ, അതിലെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, വശർരി മാ ഉർസിലത് ബിഹി, അതയക്കപ്പെട്ടതിലെ തിന്മയിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. സഹോദരങ്ങളെ, കാറ്റടിച്ചു വീശുമ്പോൾ, കാറ്റ് ശക്തമാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വഇദാ തഖയ്യലതിസ് സമാഉ തഗയ്യറ ലൗനുഹു, ആകാശത്തിന്റെ അവസ്ഥ മാറിയാൽ, ഇടിയും മിന്നലും കാറ്റും അങ്ങനെ ആകാശത്തിന്റെ അവസ്ഥ മാറി മറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമാകാറുണ്ടായിരുന്നു, അവിടുത്തെ മുഖം മാറാറുണ്ടായിരുന്നു. വഖറജ വദഖല വഅഖബല വഅദ്ബർ, അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ടായിരുന്നു, പുറത്തേക്ക് പോകും, തിരിച്ചു വരും. ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് കാറ്റടിച്ചു വീശുമ്പോൾ പേടി തോന്നാറുണ്ടായിരുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. വഇദാ മതറത്, അങ്ങനെ ആ കാറ്റിന്റെ കൂടെ, കാറ്റിന് ശേഷം മഴ പെയ്തു കഴിഞ്ഞാൽ സുർരിയ അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനമാകും, അവിടുന്ന് സന്തോഷമാകും. ഫഅറഫ്തു ദാലിക ഫീ വജ്ഹിഹി, ആ സന്തോഷം, ആ സമാധാനം അവിടുത്തെ മുഖത്തിൽ നിന്നും എനിക്ക് നോക്കിക്കാണാൻ സാധിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, എന്തിനാണ് അങ്ങ് ഭയപ്പെട്ടത്? എന്തിനാണ് അല്ലാഹുവിൻ്റെ റസൂലേ അങ്ങ് ഈ കാറ്റ് കാണുമ്പോൾ ഭയപ്പെടുന്നത്? അങ്ങേക്ക് ഈ അവസ്ഥ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, യാ ആയിഷ, അല്ലയോ ആയിഷ, കമാ ഖാല ഖൗമു ആദ്, ആദ് സമുദായം പറഞ്ഞതുപോലെയാണ് കാര്യം. ആദ് സമുദായം ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ധിക്കരിച്ചു, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചു, അദ്ദേഹത്തെ ഉപദ്രവിച്ചു. അവർക്ക് ഒരുപാട് കാലം അള്ളാഹു അവരിലേക്ക് മഴ പിടിച്ചു വെക്കുകയുണ്ടായി, അവരുടെ വിളവുകൾ നശിക്കുകയുണ്ടായി, അവർക്ക് വരൾച്ച ബാധിക്കുകയുണ്ടായി. അങ്ങനെ അതാ അവർക്ക് അള്ളാഹു ശിക്ഷ അയക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഫലമ്മാ റഔഹു ആരിളൻ മുസ്തഖ്ബില ഔദിയതിഹിം, അവരതാ കാണുന്നു, അവരുടെ താഴ്വരയിലേക്ക് മേഘങ്ങൾ ഇങ്ങനെ വരുന്നു, കാറ്റടിക്കുന്നു. ഖാലു, അവർ പറഞ്ഞു, ഹാദാ ആരിദും മുംതിറുനാ, ഇത് നമുക്ക് മഴ പെയ്യാനുള്ള മേഘമാണ്, ഇത് മഴയുമായി വരുന്ന കാറ്റാണ് എന്നവർ പറയുകയുണ്ടായി. എന്താണ് ആ കാറ്റ് കൊണ്ട് സംഭവിച്ചത്? എന്താണ് ആ കാറ്റ് കൊണ്ട് സംഭവിച്ചത് എന്ന് അല്ലാഹു തുടർന്ന് പറയുന്നു, ബൽ, അല്ല, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യം. ഹുവ മസ്തഅജൽതും ബിഹി റീഹുൻ ഫീഹാ അദാബുൻ അലീം, നിങ്ങൾ ഏതൊരു ശിക്ഷയെക്കുറിച്ചാണോ ഹൂദ് നബിയോട് തിരക്ക് കൂട്ടിയത്? എന്തേ നിന്റെ ശിക്ഷ കാണാത്തത്? ശിക്ഷിക്കുമെന്നും ശിക്ഷ ഇറങ്ങുമെന്നും നീ പറയുന്നു, എവിടെ അള്ളാഹുവിൻ്റെ ശിക്ഷ എന്ന് തിരക്ക് കൂട്ടിയ ആ ശിക്ഷയാണ്, വേദനാജനകമായ ശിക്ഷയാണ് ആ കാറ്റ് കൊണ്ടുവരുന്നത്. ആ കാറ്റ് അങ്ങനെ അവരുടെ താഴ്വരയിലേക്ക് അടിച്ചപ്പോൾ സഹോദരങ്ങളെ, സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു പറയുന്നു, തുദമ്മിറു കുല്ല ശൈഇൻ ബിഅംരി റബ്ബിഹാ, അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം അല്ലാഹു അയച്ച ആ കാറ്റത അവിടെയുള്ള സർവ്വതിനെയും തകർത്ത് തരിപ്പണമാക്കുകയുണ്ടായി. ഫഅസ്ബഹു ലാ യുറാ ഇല്ലാ മസാകിനുഹും, അങ്ങനെ ഒരു സമൂഹം ആ നാട്ടിലുണ്ടായിരുന്നു എന്ന് പോലും കാണാത്ത രൂപത്തിൽ അവരുടെ ചില വാസസ്ഥലങ്ങളല്ലാതെ അവരെല്ലാവരും നശിക്കുകയുണ്ടായി. കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ, അല്ലാഹു പറയുന്നു, കുറ്റവാളികളായ ധിക്കാരികളായ ആളുകൾക്ക് അപ്രകാരമാണ് നാം ശിക്ഷ നൽകുക, പ്രതിഫലം നൽകുക. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, ഒരു കാറ്റ്, കാർമേഘം കണ്ടപ്പോൾ അവർ വിചാരിച്ചു അവർക്ക് കാരുണ്യമായി കൊണ്ട് അല്ലാഹുവിൻ്റെ റഹ്മത്താണ് ഈ വരുന്നത് എന്ന്.
പക്ഷേ അവരെ പിടികൂടിയത് ശിക്ഷയാണ്. ആ കാറ്റ് വന്നു, അവരുടെ സർവ്വതും തകർത്ത് തരിപ്പണമാക്കി. ഈന്തപ്പനത്തടികൾ വീഴുന്നത് പോലെയാണ് അവർ കടപുഴകി വീണത് എന്ന് നമുക്ക് മറ്റൊരു സൂറത്തിൽ കാണാം. 7 രാത്രിയും 8 പകലുകളും അവരെ ആ കാറ്റ് പിടികൂടുകയുണ്ടായി എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, കാറ്റായാലും മഴയായാലും അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കണം. നമ്മുടെ പാപങ്ങൾ, നമ്മുടെ തെറ്റുകൾ ഓർമ്മിക്കുകയും റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യേണ്ടവരാണ് നാം ഓരോരുത്തരും എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. കാരണം അള്ളാഹു പറഞ്ഞു, ഫകുല്ലൻ അഖദ്നാ ബിദംബി. ഒരുപാട് സമുദായങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അവരെ നശിപ്പിച്ചതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവരെ എല്ലാവരെയും നാം പിടികൂടിയത് അവരുടെ തെറ്റുകൾ കാരണത്താലാണ്. ഫമിൻഹും മൻ അർസൽനാ അലൈഹിം ഹാസിബ. അവരിൽ ചിലരെ നാം ചരൽ വർഷം അയച്ചുകൊണ്ട് ശിക്ഷിച്ചിട്ടുണ്ട്. വമിൻഹും അഖദത്ഹു സൈഹ. ചിലരെ ഘോര ശബ്ദം പിടികൂടിയിട്ടുണ്ട്. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള. ചിലരെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞിട്ടുണ്ട്. വമിൻഹും മൻ അഗ്റഖ്നാ. ചിലരെ നാം വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചിട്ടുണ്ട്. വമാ കാന അല്ലാഹു ലിയദ്ലിമഹും. അല്ലാഹു പറയുന്നു, അവരോടൊരാളോടും അല്ലാഹു അതിക്രമം കാണിച്ചിട്ടില്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. മറിച്ച് അവരാകുന്നു അവരുടെ സ്വന്തത്തോട് അതിക്രമം കാണിച്ചവർ. അവർ റബ്ബിനെ ധിക്കരിച്ചപ്പോൾ, തെറ്റുകളിൽ മുഴുകിയപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ പിടികൂടി എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മഴയുമായി ബന്ധപ്പെട്ട്, കാറ്റുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഒരു വിശ്വാസി എപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ക്ഷമയുള്ള, നന്ദി കാണിക്കുന്നവനായി തീരുക. അള്ളാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين.